കാർത്തിക ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. നാളെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിന്റെ എക്സാം എഴുതാനായിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രസംഗം, ഉപന്യാസം, മുഖപ്രസംഗം, ആസ്വാദനക്കുറിപ്പ് എന്നൊക്കെയുള്ളത്. ഇവ ഇപ്പോഴും പല ആളുകൾക്കും വളരെ വൃത്തിയായി എങ്ങനെ കൃത്യതയോടുകൂടി എഴുതണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോന്നും എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ പ്രസംഗം വളരെ നന്നായി എഴുതാം എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രസംഗം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്റെ കുട്ടികൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും ഇരുന്ന് കാണുക. അപ്പോൾ നിങ്ങൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം തന്നെ തുടക്കത്തിൽ അഭിസംബോധന ഉണ്ടാവണം. നമ്മളൊരു പ്രസംഗം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാന്യ സദസ്സിന് വന്ദനം, അല്ലെങ്കിൽ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. അപ്പോൾ അഭിസംബോധന ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. മാതൃഭാഷയുടെ പ്രാധാന്യം എന്നതാണ് നമ്മുടെ വിഷയമെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? അവതരിപ്പിക്കാനായിട്ട്. അപ്പൊ നമ്മൾ രണ്ടാമതായി വിഷയാവതരണം നടത്തണം. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വ്യക്തമായ ഭാഷാ പ്രയോഗം. നമ്മൾ മലയാളത്തിൽ പ്രസംഗം പറയുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്കിനനുസരിച്ച് നമുക്ക് എന്ത് വിഷയമാണോ തന്നിട്ടുള്ളത് ആ ഒരു വിഷയത്തിന് ആവശ്യമായിട്ടുള്ള നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? വരികൾ ഉപയോഗിക്കാം, കവിതകളുടെ വരികൾ ഉപയോഗിക്കാം, പ്രശസ്തമായിട്ടുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കും. വളരെ വ്യക്തമായ ഭാഷാ പ്രയോഗത്തിലൂടെ വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയുവാനായിട്ട്. അടുത്തത്, എല്ലാം കഴിഞ്ഞ അവസാനം എന്തുണ്ടായിരിക്കണം? ഉപസംഹാരം. നിങ്ങൾ അത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരു കൺക്ലൂഷൻ കൊടുക്കണം. ഉപസംഹാരം. അവസാനമായി നമ്മൾ എന്ത് പറയും? ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു, നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഉപസംഹരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസംഗത്തിന്റെ ഘടന എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങളും ശ്രദ്ധിച്ച് ഈ 4 കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രസംഗത്തിന് മുഴുവൻ മാർക്കും നേടാനായിട്ട് സാധിക്കും. നമുക്ക് പൊതുവെ 5ഓ 6ഓ മാർക്കിനായിരിക്കും പ്രസംഗം ചോദിക്കുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടാനായിട്ട് സാധിക്കുന്നത്. എന്റെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക? നല്ല വൃത്തിയായി വളരെ വ്യക്തതയോട് കൂടിയിട്ട് പ്രസംഗം എഴുതാനായിട്ട് പഠിക്കണം. നല്ല പോലെ തന്നെ ഭാഷാ പ്രയോഗം വരാനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. അതേപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും ഫുൾ സെറ്റ് ആയിട്ട് പഠിക്കാൻ ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ അടിപൊളി ലൈവ് വരുന്നുണ്ട്. എല്ലാവരും കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ SSLCയുടെ ഈ ഒരു ചാനലിലേക്ക് എത്തുക. നമുക്ക് മലയാളം സെക്കൻഡ് അടിപൊളിയായിട്ട് പഠിക്കാം.